അങ്ങനെ എൻ്റെ ഇന്നത്തെ യാത്ര പോകുന്നത് വെയിലവിടെ നിന്നാണ്. ഇന്നത്തെ എൻ്റെ യാത്ര ഞാൻ ടോഗോയിലെ ക്യാപിറ്റലായിട്ടുള്ള ലോമേന്ന് നഗരത്തിൽ നിന്ന് തുടങ്ങി ഞാൻ ബെനിൻ്റെ ക്യാപിറ്റലായിട്ട് കൊട്ടണു എന്ന് നല്ല പേരല്ലേ, കൊട്ടണൂലോട്ട് പോവാണ്. ഇവിടെ ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ സദേൺ ഭാഗത്ത്, തെക്കൻ ഭാഗത്താണ്. അതായത് ഈ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം പോലെ ഇങ്ങനെയാണ് കിടക്കുന്നത്. പക്ഷേ കേരളത്തിന് കുറച്ച് ചരിവുണ്ട്, കുളവേറ് പോലെ. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ഒരു ഇതുപോലെയാണ് കേട്ടോ. ഇവിടെ നിന്ന് ലോമയാണ് ബോർഡർ. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഗാന ബോർഡർ വരുന്നത്. ബോർഡറിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു പട്ടണം കൂടിയാണ്. ഇവിടെ നിന്ന് നമ്മുടെ ബെനിൻ ബോർഡർ പോകാൻ വലിയ ദൂരമൊന്നുമില്ല. പിന്നെ ബെനിൻ ബോർഡറിൽ നിന്ന് വീണ്ടും ഒരു 1.5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് വേണം പിന്നെ നമ്മൾ കൊട്ടണു എത്താനായിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട്. ഞാൻ ഇവരുടെ കൂടെയാണ് ചെയ്തത്. മഹേഷ് ബ്രോ എന്തുണ്ട്, പോണേ, ടാറ്റാ, താങ്ക് യു കേട്ടോ. മഹേഷ് ബ്രോ എളിമയുള്ള വ്യക്തിയാണ് കേട്ടോ. ഭയങ്കര കാമാൻ കൊയിറ്റാണ് കേട്ടോ, ഭയങ്കര കാമാൻ കൊയിറ്റാണ്. അപ്പോൾ വീട്ടിലൊക്കെ വരുമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. വരുമെന്ന് എനിക്കറിയില്ല. ബ്രോ വരുമോ? വരണം കേട്ടോ. എന്നിട്ട് എനിക്ക് അണ്ടിപ്പരിപ്പൊക്കെ തന്നു, 2 ബോക്സ് അണ്ടിപ്പരിപ്പൊക്കെ തന്നു. പിന്നെ അവൾക്ക് നമ്മുടെ മോണിക്കൊക്കെ അണ്ടിപ്പരിപ്പൊക്കെ കൊടുത്തു. അപ്പോൾ നിങ്ങളെ ഓർമ്മയ്ക്ക് അണ്ടിപ്പരിപ്പ് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ ബ്രോ, താങ്ക് യു കേട്ടോ. ഇത് നമ്മുടെ ബഷീർ ബ്രോ, മഹേഷ് ബ്രോ. വൈഫ് അവിടെ ഉണ്ട് കേട്ടോ, വൈഫ് എവിടെ ഉണ്ടോ. അപ്പം നമ്മൾ എന്തായാലും ടാറ്റ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടിയിലോട്ട് കയറാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങി. സത്യം പറയാലോ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതായത് എന്ത് പറയാനാ, കാരണം നല്ലപോലെ എന്നെ ട്രീറ്റ് ചെയ്തു, ഭയങ്കര സ്നേഹമായിരുന്നു. മഹേഷ് ബ്രോയ്ക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ്. പുള്ളി ഒരു യൂട്യൂബറാണ് കേട്ടോ. പുള്ളി യൂട്യൂബൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ പുള്ളി അതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. കാരണം ഞാൻ ഭയങ്കര വലിയ യൂട്യൂബർ, അപ്പോൾ ചെറിയൊരു 3000 സബ്സ്ക്രൈബർ എന്തോ ഉള്ളത് പറയാൻ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ഇടാം. മഹേഷ് എന്തോ ആഫ്രിക്ക അങ്ങനെ എന്തോ ആണ്. ഞാൻ അതിൽ നിങ്ങൾ പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ചിലപ്പോൾ പുള്ളിക്ക് ഹാപ്പി ആയിരിക്കുമല്ലോ, അത് ഞാനും ഹാപ്പി ആവും കേട്ടോ. അപ്പോൾ ഞാനിനി യാത്ര തുടങ്ങാണ്. പിന്നെ ഇന്നലെ കണ്ട നമ്മുടെ റജീഫിക, പുള്ളിയെ ഞാൻ പിന്നെ വിചാരിച്ചു, അയ്യോ പുള്ളിയുടെ വീട്ടിൽ പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് വിഷമാവില്ല, കാരണം ഞാൻ അറിയില്ലല്ലോ അവരുടെ സൈഡ്. കാരണം എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യൂട്യൂബിൽ വരുന്ന മുമ്പുള്ള എൻ്റെ ജീവിതം പോലും കുറച്ചൊക്കെ അറിയാം. അതായത് പണ്ട് സുജിത്തന്റെ വീഡിയോയിൽ വന്നത്, അവരുടെ ഫാമിലി ഇന്നലെ അവിടെ ഇഫ്താർ കഴിക്കാൻ വേണ്ടി പോയി. അവരുടെ ഫാമിലി, അയ്യോ ഇത്താക്കും പുള്ളിക്കും എല്ലാവർക്കും എൻ്റെ സകല ചരിത്രം അറിയാം. ഞാൻ എല്ലാവരുടെ കറങ്ങുന്ന എൻ്റെ വീട് കാര്യങ്ങൾ എല്ലാം. അപ്പോൾ അവരെ എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു. പക്ഷെ ഞാനിവിടെ വന്നിട്ട് അവരെ കോൺടാക്ട് ചെയ്തില്ല, മറന്നുപോയി. അവരിങ്ങോട്ട് ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് മെസ്സേജ് ചെയ്തത്, അതിന് എന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ ഓൾറെഡി ഉണ്ടത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് ചിലപ്പോൾ അവർ അറിയാതെ ഞാൻ ഈ രാജ്യം വിട്ട് പോവുകയാണെങ്കിൽ അത് വലിയ വിഷമം ആയേനെ ചിലപ്പോൾ അവർക്ക്. അത് അറിഞ്ഞാൽ പിന്നെ ഞാനും വിഷമിച്ചേരാം. അപ്പോൾ എന്തായാലും റജീഫിക്ക, മഹേഷ് ബ്രോ ആൻഡ് ബഷീർ ബ്രോ, എല്ലായിടത്തും നന്ദി. നല്ല രസമായിരുന്നു കേട്ടോ. ആൻഡ് മോണിക്കയ്ക്ക് ഒരു നല്ല കൾച്ചറൽ എക്സ്പീരിയൻസ് കിട്ടിയെന്ന് തോന്നുന്നു. മോണിക്കയ്ക്ക് ഇങ്ങനത്തെ കമ്മ്യൂണിറ്റി വൈബൊന്നും അവരുടെ നാട്ടിലൊന്നും ഇല്ല, അങ്ങനെ അധികം സുഹൃത്തുക്കളില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കാണുമ്പോഴെങ്കിലും അവരും എന്താ പറയുക, കൂടുതൽ ഇപ്പം പുള്ളിക്കാരിയുടെ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയുടെ ബന്ധുക്കളോ അങ്ങനെ ആരും ഇല്ല കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള സംസ്കാരങ്ങളൊക്കെ കണ്ട് അവരും അങ്ങനെയുള്ള സംസ്കാരത്തിലേക്ക് എത്തട്ടെ. അതായത് കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണല്ലോ. നമുക്ക് എപ്പോഴും ബന്ധമില്ലാത്ത മനുഷ്യരെന്ന് പറയുമ്പം അതിൽ വലിയ അർത്ഥമൊന്നുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ പല ആളുകളുമായിട്ട് നല്ലൊരു ബന്ധം വേണം. ജസ്റ്റ് ഒരു ഫ്രണ്ട് അല്ല, നല്ല ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളും അങ്ങനെ ഉണ്ടാക്കുക, പല സുഹൃത്തുക്കളും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങി. 2 പേര് നമ്മുടെ കാറിലുണ്ട്, അവരുടെയാണ് പോകുന്നത്. ഇത് മോണിക, ആർ യു എക്സൈറ്റഡ്? Are you excited? How was your stay with these people? Oh, it's wonderful. They are so amazing. All the people from Kerala, they are wonderful, kind, sweet people. Get married with Kerala then. Yeah, I will. കേരളത്തിലിപ്പോ എന്താ പറയാ, ഭാര്യമാരെ കിട്ടാതെ കുറെ യുവത്വങ്ങളുണ്ട്. അപ്പൊ അവർക്കെല്ലാം വേണമെങ്കിൽ മോണിക്ക ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് യൂട്യൂബ് മാട്രിമോണി അറിയാം. ഐ എം റെക്കമെൻഡിങ് ഫോർ അതർ പീപ്പിൾ. Oh, yeah, hey, I'm single. Are you looking for a wife? മോണിക്ക സിംഗിൾ ആണ്. ആരെങ്കിലും ഭാര്യമാരെ നോക്കുന്നെങ്കിൽ അതെ, ബ്രോക്കർ ഫീസ് എനിക്ക് തരണം കേട്ടോ. യു ഹാവ് ടു പേ ദ ബ്രോക്കർ ഫീ ഫോർ മീ. Pay to him. പെട്ടെന്ന് നോക്കിയപ്പോ ബാക്കിലൊരു തല. How are you, man? ഒരാളിങ്ങനെ ഒളിച്ചിരിക്കുവാണ് കേട്ടോ, ഞാനീ കണ്ടില്ല. പെട്ടെന്ന് നോക്കിയത് തല കേട്ടോ. നമ്മുടെ പോർട്ടിന്റെ ഭാഗമൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ പോർട്ട്, ഇവിടത്തെ പോർട്ടാണ് ടോഗോ ടെർമിനൽ. നമ്മുടെ ഓട്ടോയൊക്കെ കണ്ടില്ലേ, ഓട്ടോയ്ക്ക് അടുത്താണ് കേട്ടോ ഇവിടെ ഹിറ്റായത്. പിന്നെ ഫുള്ള് ഓട്ടോകളാണ്. അങ്ങനെ അനിഹിയോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ പൊഴിയാണ് കേട്ടോ. കടലും കൂടെ ഒത്തുചേർന്ന്
ഒത്തുചേരുന്ന ഒരു സംഗമ വേദിയാണ്. ആ സംഗമ വേദി ഈ മതിൽ കാരണം നല്ലപോലെ കാണിക്കാനും പറ്റുന്നില്ലല്ലോ. നല്ല രസമുണ്ട് കേട്ടോ, എന്ത് രസം. നമ്മൾ ബോർഡർ എത്തി. അൻഹിയോ എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല മനോഹരമായിട്ടുള്ള ചർച്ചൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. പണ്ടത്തെ ജർമ്മൻ കോളനൈസേഷൻ്റെ സമയത്ത് അന്നത്തെ ജർമ്മൻ മിഷണറീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട ചർച്ചാണ്. നമ്മുടെ കേരളത്തിലെ പോലെ പള്ളികളൊക്കെയാണ് കേട്ടോ. എന്ത് മനോഹരം അല്ലേ. അടിപൊളി കേട്ടോ. എന്ത് രസം, എന്തൊരു ഭംഗി, എന്തൊരു മനോഹരം അല്ലേ. അടിപൊളി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഞാൻ ഈ ടോഗോയൊക്കെ ഇനിയും വരും, കറങ്ങണം. ടോഗോയുടെ നോർത്തിലൊക്കെ ഒന്ന് പോകണം. നോർത്തൊക്കെ വേറെ ഒരു രസമാണ്, ഇവിടത്തെ പോലെ അല്ല. ഇത് നമ്മുടെ നാടൊക്കെ പോലെ കണ്ടില്ലേ. ബെനിനിലെ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അതായത് 10-8 മില്യൺ 6-8 മില്യനേ ഉള്ളൂ. അതിൽ ഏകദേശം ഒരു 10-40% കൂടുതൽ ക്രിസ്ത്യൻസ് ആണ്, കൂടുതൽ റോമൻ കാത്തലിക് ഒക്കെയാണ് കൂടുതലുള്ളത്. പിന്നെ പ്രൊട്ടസ്റ്റൻസ് കുറച്ച് പേരുണ്ട്, പെന്തക്കോസ്റ്റ് കുറച്ചുണ്ട്. പിന്നെ ഇവരുടെ ബഹുദൈവ ആരാധകർ, അതായത് പണ്ടത്തെ ട്രഡീഷണൽ ദൈവവിശ്വാസികൾ, ഇങ്ങനെ ഇതിനെയൊക്കെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ മുസ്ലിം പോപ്പുലേഷൻ ഒരു 20%. അതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയാൻ. അങ്ങനെ നമ്മൾ പുതിയ രാജ്യത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോർഡർ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. അവസാനം ബെനിനിലോട്ട് കയറി. ബെനിനിൽ ടോഗോക്കാരന്മാർ പൈസ ചോദിച്ചു. ലാസ്റ്റ് അവളുടെ അടുത്ത് 2000 ചോദിച്ചു. 2000 എന്ന് പറയുമ്പോൾ ഏകദേശം 8-16 ഇരുന്നത് 10-300 രൂപ വരും. 300 രൂപ അടുപ്പിച്ച് അവളുടെ അടുത്ത് ചോദിച്ചു. ലാസ്റ്റ് അവൾ കൊടുത്തു. എൻ്റെ അടുത്തൊന്നും ടോഗോയിൽ ഇങ്ങോട്ട് കയറിയപ്പോഴും ഇറങ്ങിയപ്പോഴും ചോദിച്ചില്ല. എൻ്റെ അടുത്ത് വിസ എല്ലാം ഉണ്ടല്ലോ. അവളുടെ അടുത്ത് വിസ, അവൾക്ക് വിസയൊന്നും വേണ്ട, എന്നാലും ചോദിക്കും. പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. 2000 ഇറങ്ങിയപ്പോൾ കൊടുക്കാൻ പറഞ്ഞു. കാരണം പിന്നെ ഇവർ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി. പിന്നെ ബെനിൽ അവളുടെ അടുത്തും പൈസ ചോദിച്ചില്ല, എൻ്റെ അടുത്ത് ഈസി ആയിരുന്നു. വിസ നോക്കി എഴുതി കൊടുത്തു, അത്ര തന്നെയാണ്. ഫൈനലി they didn't ask money, right? They asked the money. For the Benin. They asked 2,000. You gave? No. The guy said 2,000. But you gave? In Benin, here? Yeah. The one you married? The one? Yeah, he took the money. So he gave you back? He gave me change. Okay. He gave me 2,000. അവളുടെ 2000 ചോദിച്ചു കേട്ടോ. ഇവിടെ ബെനിനും ചോദിച്ചു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കേട്ടപ്പോൾ അവളെ കല്യാണം കഴിക്കണമെന്നൊക്കെ ഇമിഗ്രേഷൻ ഓഫീസർ പറയണ എന്തൊക്കെ കേട്ടോ. ഫ്ലഡിങ് ധാരാളം ഉണ്ട് ഇവിടെ ഉള്ള ആളുകൾക്ക്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഫ്ലഡ് ചെയ്താൽ കർണക്കുറ്റിക്ക് അടി കൊടുക്കും കേട്ടോ പെൺപിള്ളേർ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആ കൾച്ചർ ഇല്ലല്ലോ. പിന്നെ കൊട്നൂരിലോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ കൊട്നൂ. ഏകദേശം ഇനി ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ യാത്ര ഉണ്ട്. ഇന്ത്യയിലെ മറ്റൊരു ഫ്രഞ്ച് രാഷ്ട്രത്തിലോട്ട് പോവാണ്. എൻ്റെ ഈ യാത്രയിലെ അവസാനത്തെ ഫ്രഞ്ച് രാഷ്ട്രം. നെക്സ്റ്റ് നൈജീരിയയോടുകൂടി ഞാൻ ഈ ഒരു ട്രിപ്പ് നടത്തി. ഇനി ഞാൻ മിഡിൽ ഈസ്റ്റിലോട്ട് പോകും. അപ്പോൾ ഇവിടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയും ഫ്രഞ്ച് രാഷ്ട്രമാണ്. പണ്ട് ഫ്രഞ്ച് കോളനി ആക്കി വെച്ച രാജ്യമാണ്. ഇതിനും ഇവിടുന്ന് ബോർഡറിൽ നിന്ന് അങ്ങറ്റത്തെ ബോർഡർ, നൈജീരിയ ബോർഡർ വരെ ഉള്ളത് 10 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. വളരെ ഒരു നാരോ ആയിട്ടാണ്. നമ്മുടെ ടോഗോ പോലെ തന്നെ ലീനിയർ ആയിട്ട് കിടക്കുന്ന ഒരു നോർത്തിലോട്ടാണ് ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ നടക്കുന്നത്. ഒരു റെക്ടാങ്കുലർ പോലെയാണ് ഈ രാജ്യത്തിൻ്റെ ഷേപ്പ്. നമ്മുടെ നാട്ടിലെ കുട്ടനാടൊക്കെ പോലെ കേട്ടോ. അയ്യോ അടിപൊളി മനോഹരം കേട്ടോ. ലേക്ക്, ഇവിടത്തെ ഒരു ലേക്കാണ്. നല്ല രസമുണ്ടല്ലേ. ഇവിടെ ഐലൻഡൊക്കെയാണ് കേട്ടോ. ചെറിയ ചെറിയ ഐലൻഡൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. നല്ല രസമുണ്ട്, അടിപൊളി കേട്ടോ. ചെറിയ ഹട്ടുകള്. അയ്യോ അടിപൊളി കേട്ടോ ആ കാഴ്ചയൊക്കെ കാണാൻ. എൻ്റെ അമ്മ, നമ്മുടെ കറക്റ്റ് മൺട്രോ തുരുത്ത് കേട്ടോ. കൊല്ലത്തെ മൺട്രോ തുരുത്ത് പോലെയാണ് കേട്ടോ ഈ ഒരു ഭാഗം കാണാൻ. കറക്റ്റ് ഇത് കടലിലോട്ട് പോയി ചേരും. ഇവിടെ തണ്ണിമത്തം ധാരാളമായിട്ടുണ്ടല്ലോ. തണ്ണിമത്തം, നല്ല രസമുള്ള തണ്ണിമത്തം വിൽക്കുന്ന കാഴ്ചയാണ്. ഒരു ബെനിനിൽ വന്നിട്ട് ബെനിൻ ഫൈറ്റ് കണ്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ബെനിൻ ഫൈറ്റ് ആണ് കേട്ടോ. സ്ത്രീകളുടെ, എൻ്റെ അമ്മോ എന്ത് ഇതാണോ. Bro, can you turn off the music, bro?
പാവം കേട്ടോ, ആ കുട്ടിയെ ബലിയേടാക്കി എന്തോ വലിയ പ്രശ്നം നടക്കുക. അവര് തുള്ളിച്ചാടോ ഡാൻസ് കളിക്കുകയാണോ? നമ്മള് ബെനിനിൽ വന്നിട്ടുണ്ട്. ബെനിന്റെ ക്യാപിറ്റലിലെ കൊട്നോയിലെ നമ്മുടെ എയർപോർട്ടാണ് ആ കാണുന്നത്. ഇവിടുത്തെ അന്താരാഷ്ട്ര എയർപോർട്ടാണ്. അവിടെ നമുക്കൊരു എത്യോപ്യൻ എയർലൈനാണ് കാണാം. എത്യോപ്യനാണ് കേട്ടോ കൂടുതൽ നടത്തുന്നത്. ഇവിടെ രണ്ട് ചേട്ടന്മാരെ വീഡിയോ കാണിക്കാമോ? ഇവരാണ് കേട്ടോ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. പേരെന്താ ചേട്ടാ? ജിതിൻ. ജോവിൻ ചേട്ടൻ, ജിതിൻ ചേട്ടൻ. പുള്ളിക്കാരൻ 12 വർഷമായി, പുള്ളിക്കാരൻ 8 വർഷമായി. ഞാനിവിടെ മണിക്കൂറായി, മിനിറ്റുകളായി. ഹൗ ഡു യു ഫീൽ മോണിക്ക? I feel okay. Happy to be here. സോ അപ്പോൾ നമ്മളങ്ങനെ ബെനിൽ വന്നു. ഇനി എൻ്റെ ഹോസ്റ്റ് ഓൾറെഡി അവിടെ നിന്ന് നമ്മുടെ മഹേഷ് ബ്രോ, ബഷീർ ബ്രോ അവരെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് നമ്മൾ പോവാണ്. നല്ല രസമുണ്ടല്ലോ ഈ സ്ട്രീറ്റ്. ബോഗൻ വില്ലാസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനോഹരമായിട്ടുള്ള സ്ട്രീറ്റുകളിലൂടെ നമ്മളങ്ങനെ കടന്നു വരികയാണ് അല്ലേ. ഞാൻ ചെയ്യാൻ വന്ന വീട്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. ഇവിടെ നമ്മുടെ മാതാവിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് എയർപോർട്ടാണ് കേട്ടോ. ഞാനങ്ങനെ എത്തി. എന്നെ ഹോസ്റ്റ് ചെയ്യുന്ന ഫാമിലിയെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിൽ ചേച്ചിക്ക് എന്നെ ഓൾറെഡി അറിയാം കേട്ടോ. ചേച്ചി ഓൾറെഡി ഏതൊക്കെ വീഡിയോ ഉണ്ട് ഫെമിലിയർ ആയിട്ടുണ്ട്. ചേട്ടാ പേരെന്താ? ഗ്രീനിഷ് മാത്യു. എത്ര നാളായി ഇവിടെ? എന്ത് ചെയ്യുന്നു? ബെനിനിലൊരു 13 കൊല്ലമായി ടെലികോം ഫീൽഡിലാണ്. ഓപ്പറേറ്റർ MTN വർക്ക് ചെയ്യണം. MTN അതിലൂടെ പ്രൊമോട്ട് ചെയ്തു. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും നാട്ടിലെ രീതിയിലുള്ള ഒരു സ്ഥലമാണ്. എൻജോയ് ചെയ്യുന്നു. നല്ലൊരു കാമ കേട്ടോ. നല്ല കാമാൻ പോയിട്ട് പിന്നെ ചില സ്ട്രീറ്റുകളൊക്കെ എനിക്കൊന്നു കണ്ടിട്ട് ഇത് ഡിപ്ലോമാറ്റിക് സ്ട്രീറ്റ് ആണോ? അതെ, ഡിപ്ലോമാറ്റിക് ഏരിയ ആണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു വൃത്തിയും ഒരു നല്ല രസമുണ്ട് കേട്ടോ. ആക്ച്വലി ഭയങ്കര കാമാൻ പോയിട്ട്. പിന്നെ ഇവിടെ ഇതാണ് മോള്. ചേച്ചിയുടെ പേരെന്താ? സൗമ്യ ചേച്ചി. 11 വർഷമായി. പുള്ളിയുടെ വൈഫാണ് കേട്ടോ, ചേട്ടന്റെ വൈഫാണ്. അങ്ങനെ പറ്റിപ്പോയി. ഇതാരാ? പറഞ്ഞോളൂ, പരിചയപ്പെടുത്ത്. എവിടെയാ പഠിക്കുന്നത്? ഓക്കെ. അയ്യോ, പിന്നെ ഈ ഒരു കാഴ്ചയും കൂടെ കാണിച്ചു കൊടുക്കൂ. ഇത് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ആർട്ടാണ് കേട്ടോ. അത് ആഫ്രിക്കൻ സ്ത്രീകളുടെ ഒരു എന്താ പറയാ, ഒരു കറക്റ്റ് ആ ഒരു സൈസ് അതിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളെന്തായാലും വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. എവിടെയാ പോകുന്നത്? ലേക്ക് വില്ലേജ്. ഗാൻവിയ ലേക്ക് വില്ലേജ്. ഇതിനിടയ്ക്ക് നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചു. ആൻഡ് മോണിക്ക ഉണ്ട്. മോണിക്ക, are you enjoying? Oh yeah, it's so much fun. Yeah, I'm having fun. It's nice. Really nice. അങ്ങനെ നമ്മള് ഇനിയിപ്പോ മോണിക്കയുടെ ഫണ്ണിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മദ്യം കുടിക്കുവാണെന്നാണ്. അത് ഇന്ന് മോണിക്കയ്ക്ക് കുടിച്ചു. അതുകൊണ്ടാണ് കേട്ടോ എനിക്കൊന്ന് ഫണ്ണ്, ഹാവിങ് ഫൺ എന്ന് പറഞ്ഞത് അതാണ് അർത്ഥം, വേറെ ഒന്നുമല്ല കേട്ടോ. മദ്യം കുടിച്ചാ ഓക്കെ, അതാണ് ആകെയുള്ള ഒരു ഇത്. കാരണം ഗാനയിലൊക്കെ ആയിരുന്നപ്പോൾ ഒരു ദിവസം പുള്ളിക്കാരി മദ്യം എന്താ കുടിക്കാൻ പോവാതെ ഇരുന്നപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷെ അതേസമയം എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കുടിച്ചാൽ പുള്ളിക്കാരിക്ക് ഹാപ്പിയാണ്. അന്നത്തെ പുള്ളിക്കാരിയുടെ ട്രാവൽ ഇന്റൻഷൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ എനിക്കൊന്ന് ചൈനീസ് ന്യൂ ഇയറിന് കെട്ടി തൂക്കിയാണോ ഇവര്? ഈ കാണുന്നത് ചൈനയുടെ സൂപ്പർ മാർക്കറ്റ് ആണ്. ആക്ച്വലി നമ്മുടെ ടോഗോയും കാട്ടി ബെനിനില് ചൈനീസ് ഇൻഫ്ലുവൻസ് കൂടുതലായിട്ടുണ്ട്. അവരൊക്കെയാണ് കുറെ സംഭവങ്ങളൊക്കെ കെട്ടിക്കൊടുത്തത്. വേറെ എന്തെങ്കിലും കെട്ടിക്കൊടുത്തോ? മെയിൻ ആയിട്ട് ഇവിടുത്തെ പോർട്ട് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈന ഗവൺമെന്റ് തന്നെയാണ് അതിന്റെ മെയിൻ. ഇന്ത്യ ഓൾസോ ഫണ്ടഡ്. ഇന്ത്യയും ഒരു 100 മില്യൺ USD ഇന്ത്യ സ്പോൺസർ ചെയ്തിരുന്നു. ഇവിടെ രാംനാഥ് കോവിന്ദ് പ്രസിഡന്റ് ആയി നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇവിടെ വന്നായിരുന്നു. പുള്ളി പ്രോമിസ് ചെയ്തു, പുള്ളി അത് ഫുൾഫിൽ ചെയ്തു. ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയും വില്ലേജിലേക്കുള്ള വെള്ളവും അദ്ദേഹം കഴിഞ്ഞിട്ട് വന്ന ഒരു പ്രമുഖൻ ഞാനാണല്ലേ, ഇന്ത്യ പ്രസിഡന്റ് കഴിഞ്ഞിട്ട്. അപ്പോ ഇവിടെ ധാരാളം ബൈക്കുകളുണ്ട്. കൊള്ളാം കേട്ടോ. എനിക്ക് ഭയങ്കര ഫസ്റ്റ് ഇംപ്രഷൻ വെച്ചിട്ട് എനിക്ക് ബെനിൻ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ടോഗോയും ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു രാജ്യമാണ്. പിന്നെ ഫ്രഞ്ച് രാഷ്ട്രമാണ്. ഇവിടുത്തെ പൊളിറ്റിക്സിനൊക്കെ കുറിച്ച് പറഞ്ഞാൽ അത് ഇവിടെ ടോഗോയിൽ എന്ന് പറയുമ്പോൾ ആകെ 4 റൂളേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് പണ്ട് ഫ്രഞ്ചുകാരിട്ടിട്ട് പോയപ്പോൾ 60 ഒരു പ്രസിഡന്റ് വന്നു, പിന്നെ വേറൊരാള് വന്നു, പിന്നെ കൂപ്പുണ്ടായി. അവിടെ എന്തോ അല്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന 3ാമത്തെ ആള് പുള്ളിക്കാരൻ 39 വർഷം എന്തോ ഭരിച്ചു. 2005 വരെ ഭരിച്ചു. അദ്ദേഹത്തിന്റെ മകനാണ് പിന്നീട് ഇലക്ഷനിൽ വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹം മരിച്ചിട്ട് മകൻ പുതിയ പ്രസിഡന്റ് ആവും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ എന്തോ കുറച്ച് റൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ എയർപോർട്ട് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു. ഞാൻ നേരത്തെ അവിടെ ഒന്ന് കാണിച്ചിരുന്നു വന്ന സമയത്ത്. ഇനി ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ വേറൊരു സംഭവമുണ്ട്. ലോകത്തിലെ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നത് കേരളത്തിലാണ്. ആദ്യമായിട്ട് വന്നതെന്ന് പറയുമ്പോൾ എലക്ടഡ് ഗവൺമെന്റ് ആയിട്ട് വന്ന ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആയിട്ട് വന്നത് കേരളത്തിലാണല്ലോ, ലോകത്തിലായിട്ടോ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. ഇവിടെ അതുപോലെ തന്നെ എനിക്കൊന്ന് 1975 ഇവിടെ കമ്മ്യൂണിസം വന്നിട്ടുണ്ട്. അതായത് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ അധികാരത്തിൽ കയറിയിട്ടുണ്ട്. പക്ഷെ അധികാരത്തിൽ കയറിയിട്ടും കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് ഈ രാജ്യത്തിൽ ഫസ്റ്റ് ഒരു 60 ഒരു ആളുണ്ടായിരുന്നു. പിന്നീട് ആർമി കൂപ്പ് വന്ന് ആർമി കൂപ്പ് വന്നിട്ടാണ് ഇവിടെ കമ്മ്യൂണിസം കൊണ്ടുവന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്. 75 വന്നു. പിന്നീട് ഒരു 10-15 വർഷം എന്തോ ഓടി. ആദ്യ കാലഘട്ടത്തിലൊക്കെ കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്ത് ഒക്കെ വന്നു. കാരണം അതെന്ന് പറയുമ്പോൾ കൂടുതൽ സെൽഫ് സ്റ്റേറ്റ് ആയിട്ട് വരുമല്ലോ കമ്മ്യൂണിസം വരുമ്പോൾ. അപ്പൊ അങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ വന്നു. പിന്നീട് നൈജീരിയയുമായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായി. അവർ ബോർഡർ ക്ലോസ് ചെയ്തപ്പോൾ ഇവർക്ക് അതിന്റെ ടാക്സും സംഭവങ്ങളൊന്നും കിട്ടാതായി ബോർഡറിന്റെ ഇത്. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളായി. അങ്ങനെ പിന്നെ കമ്മ്യൂണിസം ഇവിടെ നിന്ന് തുടച്ചു നീക്കി. അങ്ങനെ കുറെ ഹിസ്റ്ററി ഉണ്ട് കേട്ടോ കമ്മ്യൂണിസം. വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ആക്ച്വലി ഈ ഒരു കൺട്രിയില് ഒരു ബിഷപ്പ് കൺട്രി ഭരിച്ചായിരുന്നു 2 കൊല്ലത്തോളം. കർദിനാൾ ഗാൻറ്റെ എന്ന് പറഞ്ഞ എയർപോർട്ട് പുള്ളിയുടെ പേരിലാണ് ഉള്ളത് ഇവിടെ. എനിക്ക് ആ പേര് കറക്റ്റ് കിട്ടുന്നില്ല. ആക്ച്വലി ഇവിടെ ഒരു അടിയന്തര കാലാവസ്ഥ വന്നപ്പം ഇവിടുത്തെ പ്രസിഡന്റ് മാത്യു കറിക്കോ എന്ന് പറഞ്ഞൊരു പുള്ളിയായിരുന്നു. അപ്പം 2000 ശേഷം അല്ലല്ല 1970s 80s അങ്ങാണ്ടാണ്. എനിക്കത് കറക്റ്റ് കൊല്ലങ്ങൾ ഓർമ്മയില്ല. പക്ഷെ ഇവിടെ ബിഷപ്പാണ് ഇവിടെ ഭരിച്ച്. ഒരു ആഭ്യന്തര കലാപം വന്നപ്പോൾ ബിഷപ്പ് ഭരിച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നപ്പോൾ തിരിച്ച് ഒരു ഗവൺമെന്റ് വന്ന് ഇവിടെയാണ്. അങ്ങനെ ഒരു ഹിസ്റ്ററിയും കൂടെ ഉണ്ട്. ജോൺ പോൾ മാർപ്പാപ്പയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കർദിനാളായിരുന്നു പുള്ളിയുടെ പേരിലാണ് എയർപോർട്ടും ഉള്ളത്. എന്ത് ഗാൻറ്റെ, എനിക്ക് കറക്റ്റ് പേര് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് വരുന്നില്ല, ഞാനത് പറയാം. അതായത് ഇവിടുത്തെ പോപ്പുലേഷൻ റിലീജിയസ് പോപ്പുലേഷൻ ക്രിസ്ത്യൻസ് ആണ്. പിന്നെ സെക്കൻഡ് വരുന്നത് ഹിന്ദുയിസം മുസ്ലിംസ് ആണ്. പിന്നെ വരുന്നത് ഇവരുടെ ഓൾഡ് ഫെയ്ത്ത് ഉണ്ടല്ലോ, അതായത് ഇവരുടെ ട്രൈബൽ ഫെയ്ത്തും സംഭവങ്ങളോ അതൊക്കെയാണ് പിന്നീടായിട്ടുള്ള പോപ്പുലേഷൻ വരുന്നത്. എനിക്കൊന്ന് പകുതിയിൽ കുറച്ച് കൂടുതലോ ആ ഒരു റേഞ്ചിൽ ക്രിസ്ത്യാനിറ്റി ആണ്. എനിക്കൊന്ന് കൂടുതൽ റോമൻ കാത്തലിക് അല്ലേ ഇവിടെ? എല്ലാം മിക്സറാണ്. ക്രിസ്ത്യാനിയസ് ഇവിടെ ഒരു റീജിയൻ ഉണ്ട്. ക്രിസ്ത്യാനിയസ് എന്ന് പറഞ്ഞ ബെനിനിൽ ഒറിജിൻ ചെയ്ത, അതാണ് മറ്റേ അല്ലാത്ത ഇവരുടെ ഫെയ്ത്ത്. പിന്നെ ഇവിടെ കൂടുതലും ട്രൈബ്സ് ആണ്. ഒരു ഫാമിലിയിൽ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്തൊരു കാര്യം ഇവിടെ കാണാം. ഒരു ഫാമിലിയിൽ നിങ്ങൾക്ക് ക്രിസ്ത്യനെയും കാണാം, മുസ്ലിമിനെയും കാണാം, അത് ലോക്കൽ ട്രൈബിനെയും. ചിലപ്പോ ഒരു ഫാമിലിയിൽ 5 പേരുണ്ടെങ്കിൽ ഒരാള് ഒരു ക്രിസ്ത്യാനിയെ കെട്ടിക്കൊണ്ടുവരും, മറ്റേ ഒരാൾ ഒരു മുസ്ലിമിനെ കെട്ടിക്കൊണ്ടുവരും. പിന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇവിടെ ഒരു ഇന്റർഫെയ്ത്ത് ആണ്. അത് പല ആഫ്രിക്കൻ കൺട്രീസിന്റെയും ഒരു ഇതാണ്. അതാണ് പല ആഫ്രിക്കൻ കൺട്രീസിലും ഇവർക്ക് റിലീജിയസ് ഫൈറ്റ് ഇല്ല, പക്ഷെ ഇവർക്കുള്ളത് എത്നിക് ഫൈറ്റ് ആണ് കേട്ടോ. എത്നിസിറ്റി ഇവരുടെ ഒരു ഭയങ്കര ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ പല രാഷ്ട്രങ്ങളിലും എത്നിക് ഫൈറ്റ് ഉണ്ട്. ഇപ്പൊ തന്നെ ഗാനയുടെ നോർത്ത് ആ ഭാഗങ്ങളിലൊക്കെ എത്നിക് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ നമ്മളങ്ങനെ റോഡിലോട്ട് കയറി നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ചേച്ചിക്ക് എന്തെങ്കിലും പറയണോ? ഹിസ്റ്ററി എന്തെങ്കിലും? ചേച്ചി ക്യാമറയുടെ മുന്നിൽ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചിപ്സ് അല്ലേ? കടച്ചക്ക, എന്താ പറയാ, ആത്തച്ചക്ക. പറഞ്ഞത് ഏത്തക്ക ചിപ്സ്. ഇത് കടച്ചക്ക എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. നമ്മുടെ കടച്ചക്ക സാധനം ഇതുള്ളതല്ലോ. കടച്ചക്ക എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിഞ്ഞൂടാ. എന്താ അറിയില്ല. അല്ല, ഞങ്ങള് ഈ കോട്ടയം ഈ ഭാഗത്തൊക്കെ കടച്ചക്ക എന്ന് പറയുന്നത്. പക്ഷെ ഇതിനാ സൗമ്യ ഫോട്ടോ മെഴുക്ക് പരത്തി. നമ്മള് ഇപ്പൊ ഒരു ഇവിടുത്തെ ലേക്കിലോട്ടാണ് കേട്ടോ നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടത്തെ ഗാൻവി എന്ന് പറയുന്ന ഒരു ലേക്കിലോട്ട് പോവുകയാണ്. പോകുന്ന വഴി മാർക്കറ്റ് ഉണ്ട്. സംഭവം ശീമച്ചക്കയാണ്. ഇപ്പോഴല്ലേ മനസ്സിലായ? ശീമച്ചക്കയുടെ ചിപ്സ് ആണ് കേട്ടോ. അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കൂലല്ലോ. നമ്മള് ലേക്ക് നുക്കോയുടെ അടുത്താണ് വന്നത്. ഗാൻവി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് നമ്മൾ ബോട്ട് കയറി പോകാനാണ്. ഇവിടെ കുറെ ആൾക്കാർ ഇതൊക്കെ വെച്ച് വിൽക്കുന്ന കാഴ്ചയാണ്. ഇവിടെ ഒരു ചെറിയൊരു മീൻ മാർക്കറ്റ് എന്തോ ആണ്. മീന് അവർ വൃത്തിയാക്കുന്ന കുറെ കാഴ്ചയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. കേട്ടോ, ഒരു ഫിഷ് മാർക്കറ്റാണ്. കണ്ടില്ലേ, ഒരു ലൈവ് മാർക്കറ്റാണ്. ഈവനിങ് ഫിഷ് മാർക്കറ്റാണ് ഇവിടെ. ലേക്കിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന ഫിഷാണ്. ഇവിടെ ഒരാൾ ഒരു ചേച്ചി ഇരുന്നിട്ട് അവിടെ മീൻ ഇറക്കുക. മിക്ക ആളുകളും ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെയാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ദിവസമായിട്ട് എനിക്കൊന്ന് പള്ളിയിലൊക്കെ പോയിട്ട് കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട്
കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു ബോട്ട് ചട്ടി എന്ന് വേണമെങ്കിൽ പറയാൻ. ഇവിടുത്തെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടിയാണ്. വരുന്ന ആളുകളെല്ലാം വൈകുന്നേരം ഞായറാഴ്ചയൊക്കെ വരുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ കുറേ ബോട്ടൊക്കെ വെച്ച്. ആളെൻ്റെ അടുത്ത് കമ്പനിയായി. വാ കൈതാ, എൻ്റെ പേര് പറ, എൻ്റെ പേര് അറിയാമെന്ന് പറ. ആരെ എൻ്റെ പേര്? എന്ത് കുറച്ച് പറ. ആ പേരൊക്കെ പഠിച്ചു കേട്ടോ. എൻ്റെ അടുത്ത് നല്ല കമ്പനി, എൻ്റെ അടുത്താണ് നടക്കുന്നത് കേട്ടോ. കൊള്ളാം കേട്ടോ. ആളുകളെല്ലാം തൊപ്പിയൊക്കെ വെച്ച് ഇതുകൊണ്ട് അവിടെ കുറച്ച് ഗ്രാസ് കണ്ടില്ലേ. എൻ്റെ ടൂർ ഗൈഡ് അല്ലേ പറഞ്ഞാ? വേറെന്താ പറഞ്ഞാ അവിടെ? ഇതെന്താ? കുറെ ആൾക്കാരുണ്ടല്ലോ, ഇവരെന്തോ ട്രിപ്പ് പോവാണോ? ഇവരെല്ലാരും ഒരുപോലുള്ള ഡ്രസ് ഇട്ടിട്ട് എനിക്കൊന്ന് ഫാമിലി ഫംഗ്ഷൻ ആണോ? ഫാമിലി ഫംഗ്ഷൻ ആയിരിക്കും. എന്തോ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. എന്താ റമദാനാണോ? ആ ബോട്ടിലുള്ള പുള്ളിക്കാരൻ വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് എന്തൊക്കെ അലച്ചു കേട്ടോ. അവര് അങ്ങോട്ട് പോവാണ്. കുറെ ആൾക്കാരുണ്ട് കേട്ടോ, നല്ലൊരു വൈബ്. ഇതിന്റെ ഇടയിൽ കുറച്ച് പച്ചപ്പും പുല്ലൊക്കെ ഉണ്ട്. അതിന്റെ തൊട്ടങ്ങോട്ട് പിന്നെ കരിഞ്ഞ് ഉണങ്ങിയ കുറച്ച് കാഴ്ചയൊക്കെയാണ് കേട്ടോ നമ്മൾ കാണാനായിട്ട്. നമ്മളിങ്ങനെ ബോട്ടിൽ പോയിട്ട് മറ്റൊരു വില്ലേജിലോട്ട് പോകും. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഹലോ ഓ മോണിക്ക ചാടി കയറുവാണ്. ചാടിക്കോ, കൊള്ളാം കേട്ടോ സംഭവം. ജൂസ്മാ വേറെ രണ്ടുപേരുണ്ട്, പറയൂ. ഹായ് ഗൈസ്, ഗാന്മി വില്ലേജിൽ പോയി വലയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. നല്ല പരലൊക്കെ കൊടുക്കുന്ന വലയാണ്. സോറി, ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചല്ലേ. വീഡിയോയിൽ ഓൾറെഡി തുടക്കത്തില്ല, നിങ്ങൾക്ക് ഇല്ല, ഞാൻ കാണിച്ചതാ. മറന്നോ കേട്ടോ? കാണിച്ചില്ലേ? അതാ കാണിച്ചോ? എനിക്ക് തന്നെ ഓർമ്മയില്ല കേട്ടോ. പറഞ്ഞു പോസ്റ്റ് ചെയ്തിട്ട് ഇല്ല, രഹസ്യമില്ല, പരസ്യമായിട്ട് പറഞ്ഞാൽ ചുക്കുടുമണി. ഇവിടുത്തെ അടി കാണാൻ നല്ല രസമാണ് കേട്ടോ. വന്ന ദിവസം നേരം തൊട്ട് ഇവിടെ ഫുൾ അടിയാണല്ലോ. എന്താ പറയണോ ഒന്നുകൂടാ? അങ്ങനല്ല, ട്രഡീഷണൽ ഡങ്ക്. എന്റെ അടുത്ത് നാളെ പറയില്ലേ, വീഡിയോ വരുമ്പോ മായിലെ ഡിലീറ്റ് ചെയ്യാൻ. ഓക്കെ ഇനി ഞാൻ ഈ ക്ലിപ്പ് ഒന്നും ഡിലീറ്റ് ചെയ്യില്ല കേട്ടോ. ഇവര് പറഞ്ഞാൽ ഇത് പ്രൂഫാണ്. നമ്മളങ്ങനെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചി എനിക്ക് കമ്പനി ആയിരുന്നു കേട്ടോ, ചേച്ചി കമ്പനി ആയിരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. ഇതുകൊണ്ട് ചെറിയ പായ്ക്കപ്പലാണ് കേട്ടോ. ഇവിടുത്തെ സെയിലിംഗ് ബോട്ടാണ് ആ കാണുന്നത്, കാറ്റിൽ പോകുന്ന ഇത്. അതൊന്നുമില്ല, കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. അതായത് ഇവിടുത്തെ ഇതിന് പണ്ടത്തെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതായത് ഗൾഫ് ഓഫ് ഗിനിയ എന്നാണ് ഈ ഒരു ഭാഗത്തിനെ എല്ലാം അറിയപ്പെടുന്നത്. അപ്പൊ പണ്ട് മുതൽ ഈ പോർച്ചുഗീസിന് ശേഷം ആദ്യം വന്നത് പോർച്ചുഗീസാണ്. അപ്പൊ ഇവിടെ ട്രേഡ് നടക്കുന്നുണ്ടായിരുന്നു. ട്രേഡ് എന്ന് പറയുമ്പോൾ ഉപ്പ് കച്ചവടമല്ല, അതായത് ഹ്യൂമൻ ട്രേഡിങ്, അതായത് സ്ലേവ് ട്രേഡിങ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ ഇവിടെയൊക്കെ വന്ന് ഇവർ ഈ വെസ്റ്റേൺ പവറൊക്കെ വന്നിട്ട് ഇവിടെ ഉള്ള ആളുകളെ പിടിച്ചുകൊണ്ടുപോയി എന്താ പറയാ സ്ലേവ് ആക്കി അതിന്റെ തടവറയിലിട്ട് അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അറ്റ്ലാന്റിക് വഴി ഇവര് സൗത്ത് അമേരിക്കയിലും കരീബിയനിലൊക്കെ കൊണ്ടുപോകും. ഇപ്പോഴത്തെ ജമൈക്ക അല്ലെങ്കിൽ ഹെയ്റ്റി അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ, മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ പല ആളുകളും ഇങ്ങനെ പിടിക്കാൻ വേണ്ടി വരുന്നപ്പോ ഒളിച്ചോടി വന്ന് താമസിച്ച ഒരു പ്രദേശമാണ്. അങ്ങനെയാണ് ഇവിടെ ഉള്ള ആളുകൾ പിന്നീട് ഇവിടെ ഈ ഒരു ലേക്കിൽ എന്താ പറയാ ഇങ്ങനെ ഒരു ലേക്ക് വില്ലേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ തന്നെ അവിടെ പള്ളികള്, സ്കൂളുകള്, അങ്ങനത്തെ കുറെ സംഭവമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം. ഹലോ, ചമ്മിപ്പോയി കേട്ടോ, അവര് കോവിയില്ല, ചമ്മി. ഹലോ, We are going to visit the village Gambier. Gambier is a lake village built on water and next Venice of Africa, Venice of Africa, like in Italy. Yeah. That lake we cross, we call it Nokwe Lake. Nokwe Lake. The water is salt water because the lake communicates with sea at Cotonou. But before 1885, all the year the water was fresh water. In 1885, the Europeans they create an artificial map at Dantokpa, and it connected
ocean water and the lake water. So it's changed from this moment the ecosystem of all the lake. And each year now we have salt water for 9 months and also fresh water for 3 months every year. And that Gambia population will decide to stay on the lake today because of the war. It is on 1717 to cross the river. ഇവിടെ നമ്മുടെ മീൻ കൃഷിയാണ് കേട്ടോ. ഇവര് വേലി തിരിച്ചിട്ട് നമ്മുടെ മീൻ കൃഷി നടത്തുന്ന കാഴ്ചയാണ്. കറക്റ്റ് നമ്മുടെ ഒരു കുട്ടനാടൊക്കെ പോലെ കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വെനീസ് ഓഫ് ആഫ്രിക്ക എന്നാണ് പറയുന്നത്. അവിടെ രണ്ടുപേരും തള്ളിയിടട്ടെ. ഇതോ അവിടെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ അവര് മീൻ പിടിക്കുന്ന കാഴ്ചയാണ്. അവിടെ ഇവിടുത്തെ ലോക്കൽസിനെ ഏകദേശം 45,000 ആളുകളോളം ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇത് ഒരു യുനെസ്കോയുടെ ഒരു ഹെറിറ്റേജ് പട്ടികയിലും കൂടെ വന്ന ഒരു സ്ഥലമാണ്. നമുക്ക് വേണ്ടി ചേട്ടൻ മല വീശുവാണ്. ഓക്കെ ചേട്ടാ, ഓക്കെ റെഡി. നമ്മുടെ ചേട്ടൻ അറിയില്ലല്ലോ നമ്മള് കേരളത്തിൽ നിന്നാണ് വന്നേന്ന്. അവിടെ ഇതിന്റെ അപ്പുറം ഉണ്ടെന്ന് അല്ലേ? ആ അതെ. അയ്യോ ചേച്ചി എറിയാൻ വേണ്ടി പോവാണ്. ചേച്ചി എറിയാൻ വേണ്ടി പോവാണ്. ചേച്ചി വീണിട്ട് വേണം എന്റെ യൂട്യൂബ് വൈറലാവാൻ കേട്ടോ. മോളിൽ കയറിയെന്നറി. ഇവിടെ ആക്ച്വലി റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ഏതാണ്ട് വിദേശ വനിതകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കരകൗശല വസ്തുക്കളൊക്കെ. ഓ ഇത് കൊള്ളാമല്ലോ കേട്ടോ. ഇതിവിടെ എല്ലാ ആളുകളുടെ എന്താ പറയുക പ്രാദേശികരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന കാഴ്ചകളും സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൊള്ളാം കേട്ടോ. നമ്മുടെ നൈജീരിയയില് ലാഗോസിൽ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതുപോലുള്ള ഫ്ലോട്ടിംഗ് വില്ലേജ് കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, നല്ല രസമുണ്ട്. അവിടെ എന്താ നടക്കുന്നേ? അവിടെ എന്തോ പള്ളി പ്രാർത്ഥനയോ മരണോ എന്തോ നടക്കുവാണ്. എന്താ കൊള്ളാം കേട്ടോ. അവിടെ എന്തോ നടക്കുവാണ്, പാട്ടും ഡാൻസും എന്താന്ന് അറിയില്ല. അല്ലേ, കുറെ ബോട്ടും അവരുടെ വീടുകളും ടയറൊക്കെയാണ് അതിന്റെ അടിയിൽ വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ടയർ വെച്ചിട്ട് അവിടെ ഒരു ഫ്ലോട്ടിംഗ് കോൺക്രീറ്റ് കെട്ടിടമാണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നത്. നല്ല രസമുണ്ട്. ഇവിടെ നിന്നുണ്ട് പഴം വിൽക്കുന്ന കാഴ്ച, തിന്നാനുള്ള സാധനങ്ങളെന്നാണ് അമ്മു പറയുന്നത് അല്ലേ? അമ്മുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്താ എനിക്ക്. സോറി അപ്പു എക്സ്പ്ലെയിൻ ചെയ്താ എനിക്ക്. അപ്പു പറയുന്നത് ഇവിടെ എന്തൊക്കെ വീടുകളുണ്ട്. അതുകൊണ്ട് അവിടെ സൂപ്പർ മെർച്ചന്റ് മൊബൈൽ മണി. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല കളറൊക്കെ ഉണ്ട്. അടിപൊളി കേട്ടോ, കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. വൈബ് കേട്ടോ. ഇവിടെ നല്ല വ്യൂ. നമ്മുടെ തായ്ലൻഡിലെ ഫ്ലോട്ടിംഗ് പട്ടായ വില്ലേജ്. ഇതാ എന്ത് രസം കേട്ടോ. ഇതൊക്കെ ഓരോ ആളുകളുടെ വീടുകളാണെന്ന് തോന്നുന്നു. ഇവിടുത്തൊക്കെ ഒരു പ്രധാന വരുമാന മാർഗമായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അതുകൊണ്ടൊക്കെയാണ് ഇതുപോലുള്ള വലകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മോണിക്ക, ഹൗ ആർ യു ഫീലിംഗ്? വില്ലേജില് വെള്ളം പൊങ്ങുന്നത്, നമ്മുടെ വെള്ളത്തിന്റെ ഈ ഒരു ഇത് ലെവല് കൂടുമ്പോൾ ആവശ്യ വസ്തുക്കളൊക്കെ, അത്യാവശ്യ വസ്തുക്കൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ബിൽഡിംഗ് ആണ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. കുട്ടികൾ അടക്കി വെക്കുന്നു. ഓക്കെ, ഇതില് കുടിവെള്ളം കൊടുക്കുന്ന കാഴ്ചയാണ് അത്. ഇതാ ആൾക്കാർ ബോട്ടിൽ കുടിവെള്ളം വാങ്ങാൻ വേണ്ടി ലൈനായിട്ട് കിടക്കുന്നു കേട്ടോ. ആ കുടിവെള്ളം നിറയ്ക്കുന്ന കാഴ്ച
അത് മാത്രമാണ് കേട്ടോ ഇവിടുത്തെ കുടിവെള്ളം. ബാക്കി ഫ്രഷ് വാട്ടർ അല്ലല്ലോ ആക്ച്വലി. ഈ ഫ്രഷ് വാട്ടർ അല്ല ഈ സംഭവം. മുമ്പ് ഫ്രഷ് വാട്ടർ ആയിരുന്നു, പക്ഷേ ഈ യൂറോപ്യക്കാർ വന്ന് ഫ്രഷ് വാട്ടർ അല്ലാത്തതിനാക്കി എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. മദ്യം കുടിക്കുന്നില്ല കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ കുടിക്കരുത് കേട്ടോ. പുകവലി മദ്യപാനം ചെയ്യരുത്. മോണിക്ക ഇറങ്ങാൻ വേണ്ടി പോവാണ്. മോണിക്കയ്ക്ക് ഒരു ആട്ടൊക്കെ കൊടുക്കാം. എന്നാ മോണിക്കയുടെ പിറകിലൊരു മോണിക്കൻ. അപ്പൊ നമ്മൾ ഇനി കരയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നമുക്ക് ഒരു റെസ്റ്റോറന്റ്, പിന്നെ നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക വിസിറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ലോക്കൽ ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു കട, പിന്നെ ആളുകൾക്ക് വാങ്ങാനായിട്ട് ചട്ടിക്കുട്ട, പിന്നെ പോട്ടുകളൊക്കെയാണ്. അത് ഭൂഡു ദൈവമല്ലേ? ഭൂതുവിന്റെ ദൈവമാണ് കേട്ടോ ഇവരുടെ. ഭൂതു ദൈവം അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവരുടെ ബ്ലാക്ക് മാജിക്, ഇങ്ങനത്തെ ആഫ്രിക്കൻ മെഡിസിൻ്റെ ഒക്കെ ദൈവമാണ് കേട്ടോ അവിടെ കാണാൻ സാധിക്കുന്നത്. ബെനിൻ ഒരു രാജ്യമാണ്. അതായത് ഭൂതു ഭയങ്കര രീതിയിൽ ഞാൻ പറയട്ടെ, ഈ ഭൂതു എന്ന് പറയുന്നത് ഒരിക്കലും ബ്ലാക്ക് മാജിക് അല്ല. അതെ, റിലീജിയൻ ആണ്. നമ്മുടെ റിലീജിയനിലുള്ള പോലെ തന്നെ അതിനകത്ത് ബ്ലാക്ക് മാജിക്, അതിനകത്ത് മോശം കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. മോശം കാര്യത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് ഭൂതു അല്ലേ? അല്ല, ഭൂതു എന്ന് പറയുന്നത് റിലീജിയൻ ആണ്. അതിനകത്ത് നമ്മൾ ഈ കൂടോത്രം, ദുർമന്ത്രം അതൊക്കെ പറയുന്നത് ഭൂതുവിനകത്തുണ്ട്. പക്ഷെ വുഡു മെഡിസിൻ എന്ന് പറയുമ്പോൾ ബാഡ് എനർജി അല്ലെങ്കിൽ ബാഡ് സംഭവങ്ങളെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു സംഭവങ്ങളല്ലേ വുഡു അല്ല ഈ സംഭവം വുഡു മെഡിസിൻ എന്ന് പറയുന്നത്? അല്ലല്ല, വുഡു മെഡിസിൻ എന്ന് പറയുന്നത് അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് നമ്മുടെ നല്ലതിന് വേണ്ടി നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കാനും ചെയ്യാം. പക്ഷെ വുഡുവില് ഈ ബ്ലാക്ക് മാജിക് ഒരാൾ ചെയ്താൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംഭവം ഇവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്. ഇതാണ് കേട്ടോ ഇവിടെ കുറെ. ഇത് കോണാണോ വെച്ചിരിക്കുന്നത്? ഇത് കോൺ കഴിക്കുന്ന ഒരു വുഡു. പിന്നെ ഇത് തലയിൽ ഇത് ചുമട്ടുകാരി കണ്ടല്ലേ? അങ്ങനെ കുറെ ദൈവങ്ങളുണ്ട്. ഇവിടെ ഒരു ആന, ഈ കാണുന്നത് ആന. കുറെ ഉണ്ട് കേട്ടോ. ഇത് കുറെ ഹാൻഡിക്രാഫ്റ്റ് സംഭവങ്ങള്. ഇവിടെ നമ്മുടെ ഓട്ടോ, നമ്മുടെ ബജാജ് ഓട്ടോ. ഇത് നമ്മുടെ ഇവിടത്തെ പ്രതിനിധീകരിക്കുന്ന വള്ളങ്ങള്, അതിന്റെ കുറച്ച് ക്രാഫ്റ്റുകള്. ലയൺ ഉണ്ട്. പിന്നെ എന്താ ഉള്ള പറ? ഓട്ടോ ഉണ്ട്. പിന്നെ എന്താ ഉള്ള പറ? ബസ് ഉണ്ട്. പറയണ്ടോ? പറ. അല്ല അത് പറയണം. ചേച്ചി പറഞ്ഞതാണ്, പറയണം. ചേച്ചി പറഞ്ഞ ഇത് ഗാന്ധിജി എന്നാണ് കേട്ടോ. കറക്റ്റ് തോന്നുമല്ലേ? ഉപ്പ് സത്യ വടി പിടിച്ച് താണ്ട് ഷോള് പോലത്തെ ഇത്. അതായത് നമ്മൾ കറക്റ്റ് ഫ്ലോട്ടിംഗ് വില്ലേജ് ഇല്ലേ, തായ്ലൻഡിലെ കുറച്ച് ഫ്ലോട്ടിംഗ് വില്ലേജ് ഇല്ലേ, ആ ഫ്ലോട്ടിംഗ് വില്ലേജിൽ നിന്ന് നമ്മൾ സുവനീർ വാങ്ങാൻ വേണ്ടി വരുന്ന കുറെ കടകളില്ലേ, ആ ഒരു സെറ്റപ്പാണ് കേട്ടോ ഇവിടെ. പിന്നെ അതിന്റെ തൊട്ടടുത്ത് ഇവിടെ ഇവരുടെ പാനീയങ്ങൾ, മദ്യങ്ങളും സോഫ്റ്റ് ഡ്രിങ്കൊക്കെ കുടിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു കടയാണ്. ഇവരുടെ ചെയറുകൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, നല്ല രസമുള്ള ചെയറല്ലേ? അടിപൊളി കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ തടിയിലുണ്ടാക്കിയ ചെയറുകളാണ് എല്ലാം. ഇതൊക്കെ ഇവരുടെ വുഡു ദൈവമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇത് ആക്ച്വലി നമ്മുടെ ഫെർട്ടിലിറ്റി ദൈവമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ചിഹ്നം ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. അതായത് ആഫ്രിക്കയിൽ ഇവർക്ക് അയൺ ദൈവമുണ്ട്, വുഡുവിൻ്റെ ഇതിൽ ഫെർട്ടിലിറ്റി ദൈവമുണ്ട്, പിന്നെ പല തരത്തിലുള്ള ദൈവമുണ്ട്. കണ്ടില്ലേ ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഇവർ വിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർ പണ്ട് ഇതുപോലുള്ള കുറേ ഇതിനെയൊക്കെ ആയിരുന്നു അവർ ആരാധിച്ചിരുന്നതും സംഭവങ്ങളെല്ലാം. ഇത് ഏതോ സ്ത്രീയാണ്, ഒരു സ്ത്രീയുടെ ചിത്രമാണ് ഇവിടെ ഇവർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അപ്പോൾ ഇതിനെന്തെങ്കിലും അർത്ഥം ഉണ്ടാവും, എന്തോ തരത്തിലുള്ള ദേവിയോ അങ്ങനെയെങ്കിലേ ആയിരിക്കണം കേട്ടോ. നമ്മുടെ വെള്ളത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഫ്രഷ് വാട്ടർ കൊടുക്കുന്ന കാഴ്ചയും എന്ത് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം. ഇവിടെ സവാള ഉള്ളിയൊക്കെ വിൽക്കുന്ന ഒരു ചേച്ചിയാണ്. ബെനിൻവാസ്, അതായത് ഒരു ഫ്രഞ്ച് വേർഡാണ്. ലാ ബെനിൻവാസ് എന്ന് പറഞ്ഞാൽ ദ ബെനിൻ. അതിന്റെ മദ്യമാണ് കേട്ടോ. അതിന്റെ മദ്യമാണ്, സോറി അതിന്റെ ബിയറാണ് ആക്ച്വലി. മദ്യവും ബിയറും തിരിച്ചറിഞ്ഞോടാത്തവനല്ലേ ഞാൻ, സോറി. അപ്പോൾ ബെനിന്റെ മദ്യമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇത് സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഏത് വർഷം വന്ന? പണ്ട് വന്നതാണോ? ഇവർ മാർക്സിസ്റ്റ് ഉണ്ടായിരുന്ന പോലെ വന്നതാണോ? ഇത് എനിക്ക് 18 വന്നതാണ് ബെൻവാസ് എന്ന് പറയുന്ന കമ്പനി. പക്ഷെ ഇതിനു മുന്നേ ഇവർ കൊക്കക്കോള ഒക്കെ ആയിട്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ കൊക്കക്കോള ഏത് വർഷം? 80. അപ്പം ഇവര് കഴിഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ കഴിഞ്ഞിട്ട് വന്നതാ? അല്ല, കമ്മ്യൂണിസ്റ്റ് ടൈമില് 80s അല്ലേ? ഓ, ഇത് 1800 കാലഘട്ടത്തിൽ, അതായത് അറിയില്ല കേട്ടോ. കേട്ടോ നമ്മുടെ ഇവിടത്തെ സ്കൂളൊക്കെ
കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റല്, ഒരു ഹോസ്പിറ്റല്. പിന്നെ അവിടെ ശ്മശാനമാണ് കേട്ടോ, ഈ കാണുന്നതാണ്. ഇവിടെ വെള്ളത്തിൽ നീന്തു നോക്കിയേ. കേട്ടോ, നമ്മൾ നേരത്തെ കാണിച്ച വെള്ളത്തിന് വേണ്ടിയുള്ള തിരക്കും തിക്കും. വെള്ളം അവിടെ ബോട്ടിൽ അടിച്ചു കൊടുക്കുവാണ്. രസമല്ലേ കാണാനായിട്ട്, ഇവിടെ കുട്ടികളൊക്കെ ബോട്ടിൽ പോകുന്നതും. എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആഘോഷ്. ആണ് കേട്ടോ, കാമുകന്മാരൊക്കെ രാത്രി ബോട്ടും കൊണ്ടുവന്ന് ഹാങ് ഔട്ട് ചെയ്യുന്ന പ്ലേസ് ആണ്. ഞാൻ നാളെ വീട്ടിൽ വരാം. Oh. So we young men, we don't want to let what our king did at that moment. That is why we said we will continue what our king did, and it's so that each night we met ourselves here in our boat. എല്ലാ രാത്രികളും ഇവരിവിടെ വന്നിട്ട് ഇവര് എന്താ പറയാ, അവരുടെ പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കുന്ന എന്താണ് പുള്ളിക്കാരൻ പറയുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇവരെല്ലാം വെള്ളത്തിന് വേണ്ടി വന്നിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബാർബർ ഷോപ്പാണ് കേട്ടോ, അതിൻ്റെ അകത്ത് തല വഴിച്ചോണ്ടിരിക്കുക അവിടെ. ഇതാണ് ഇവിടുത്തെ ബാർബർ ഷോപ്പ്. ഇതാണ്ട് ആട്ടിൻകുട്ടിയെ കണ്ടില്ലേ, നമ്മുടെ ഗിനിയയിൽ ആട്ടിൻകുട്ടി പോലെ കേട്ടോ, പൊക്കം കുറഞ്ഞുള്ള ആട്ടിൻകുട്ടി. ഉള്ളല്ലോ ഇവർ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള വീട്. പള്ളി വലിയ പള്ളി കേട്ടോ, കോൺക്രീറ്റ് ഒക്കെ വെച്ച് ഭയങ്കര വലിയ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമ്മുടെ പെട്ടിക്കടയാണ് കേട്ടോ ഇവിടത്തെ. ഇവിടെ എന്തോ പരിപാടി നടക്കുവാണ്, ചന്തയോല്. എന്ത് പരിപാടിന്ന് അറിയില്ല കേട്ടോ, മ്യൂസിക്കും പാട്ടും മദ്യവും എല്ലാം വെച്ചിട്ട് നല്ല പരിപാടികൾ. നമ്മളങ്ങനെ മുന്നോട്ട് നീങ്ങുവാണ്. കണ്ടിപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വാഷ്റൂം. ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെയാണോന്നോ എനിക്കൊന്ന് വെള്ളത്തിൽ തന്നെ ഡയറക്റ്റ് ഇവർ അപ്പിയിടോന്നോ അറിയില്ല കേട്ടോ. അതാണ് ഒരു ഡൗട്ട്, ആകെയുള്ള ഡൗട്ട്. ഇത് എനിക്ക് കണ്ടിട്ട് വാഷ്റൂം എന്നാണ് തോന്നുന്നത്. അല്ലല്ലേ, ഡയറക്റ്റ് വെള്ളത്തിലല്ലേ, ഡയറക്റ്റ് വെള്ളത്തിൽ പോകും കേട്ടോ. ഫുട്ബോൾ കളിക്കുന്ന കുട്ടികള്. കുംഫു മാസ്റ്റർ ആണോ, കുംഫുക്കാരനാണോ? കുംഫുക്കാരനാണോ? രണ്ടാമത്തെ രാജാവിന്റെ ഒരു ചിത്രമാണ്. ഈ ഒരു വില്ലേജിന്റെ രാജാവാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു സ്തൂപമാണ് ഇവിടെ കാണുന്നത്. എല്ലാം വളരെ ചെറിയ ശോചനീയാവസ്ഥയിലാണ് കേട്ടോ. വീടുകളുടെയൊക്കെ ഒരു കാര്യം ശോചനീയാവസ്ഥയിലാണ്. ഇതുപോലെ നമുക്ക് ഫിലിപ്പീൻസിലും ലാഗോസിലും പല രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലത്തുള്ള ഫ്ലോട്ടിംഗ് വില്ലേജസ്, ലിവിങ് ഫ്ലോട്ടിംഗ് വില്ലേജസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൊച്ചിനെയൊക്കെ വെച്ച് പോകുന്ന കണ്ടില്ലേ ചേച്ചി? ഹലോ. പിന്നെ തന്നെ കുറേ ആൾക്കാർ. എന്ത് രസമല്ലേ കുട്ടികൾ കളിക്കുന്ന കാഴ്ചയും സംഭവം. ചെറിയ കുട്ടികൾ തന്നെ മീൻ പിടിക്കാൻ പോകുന്നു, വള്ളം എടുത്ത് കറങ്ങുന്നു. അവനെ കണ്ടില്ലേ? മീൻ പിടിക്കുന്നുണ്ടോ? കുട്ടിയുടെ അവസ്ഥ നോക്കിയ പാവം കേട്ടോ, ഭക്ഷണമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അയ്യോ, അടുത്ത സ്ഥലത്ത് നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട്. അടുത്തൊരു റെസ്റ്റോറൻറ്റിലോട്ട് വന്നതാണ്. ഭക്ഷണത്തിന്റെ ഒരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്.